സർ, ഈ ഹിപ്നോട്ടിസമായി ബന്ധമുള്ള ഒരു ശാഖയാണ് മെസ്മറിസം എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഈ മെസ്മറിസം എന്ന് പറയുന്ന ഈ ഹീലിംഗ് മൊഡാലിറ്റി രൂപപ്പെടുത്തിയത് ഓസ്ട്രിയക്കാരനായ ഫ്രാൻസ് ആൻഡൺ മെസ്മർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവശരീരത്തിലൂടെ ഒരു കാന്തിക ശക്തി ഒഴുകുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാന്തിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരാളിനെ ഹീല് ചെയ്യാമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഒത്തിരി പേരെ ഹീല് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള റിസർച്ചാണ് പിന്നെ മോഡേൺ ഹിപ്നോസിസിൻ്റെ ഉദയത്തിന് കാരണമായത്. ഞാൻ ഹിപ്നോസിസ് പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ 7-8 ട്രെയിനർമാരിൽ നിന്നും ഞാൻ ഹിപ്നോസിസ് അഭ്യസിച്ചിരുന്നു, ഞാൻ പറഞ്ഞു. പക്ഷേ പലരും മെസ്മറിസത്തിനെ അംഗീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് ഇതൊരു മിഥ്യയാണെന്നാണ്, ഇത് യഥാർത്ഥത്തിലുള്ള കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ അന്വേഷണം തുടർന്നു. ഞാൻ ആ സമയത്തൊക്കെയാണ് പ്രാണിക് ഹീലിംഗ് എന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റി പഠിച്ചത്. അതിൽ എനർജി ഉപയോഗിച്ചാണ് മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എനർജി ഉപയോഗിച്ച് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാനൊരു ട്രെയിനിങ്ങിൽ യാദൃച്ഛികമായിട്ട് ഒരാളിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഷിജു അരിക്കാത്ത് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ വച്ച് ഒന്നും സംസാരിക്കാതെ, ഒരു സജഷനും എനിക്ക് നൽകാതെ എന്നെ മെസ്മറിസത്തിന് വിധേയനാക്കി. ഓക്കെ, അതോടുകൂടി എനിക്ക് നല്ല വിശ്വാസമായി. ഞാൻ നല്ല ഡീപ്പ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലോട്ട് പോയി. ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നും ഞാൻ ട്രഡീഷണൽ മെസ്മറിസം അഭ്യസിച്ചു. പിന്നെയും എൻ്റെ അന്വേഷണം തുടർന്നു. അങ്ങനെ ഈ മേഖലയിൽ തന്നെയുള്ള ജാപ്പനീസ് മാഗ്നറ്റിസം എന്നൊരു പുതിയ ഹീലിംഗ് മൊഡാലിറ്റി ഞാൻ പഠിച്ചു. ഇതിന് മെസ്മറിസമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ ജാപ്പനീസ് മാഗ്നറ്റിസത്തിന്.